Hi dear children, welcome to 8th chapter Medieval World. എട്ടാമത്തെ ചാപ്റ്ററായ മധ്യകാല ലോകം. മധ്യകാല ഇന്ത്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മധ്യകാലഘട്ടം എവിടെ മുതൽ എവിടെ വരെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ലോക ചരിത്രത്തിലെ ഒരു പ്രധാന കാലഘട്ടമാണ് അല്ലെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. സാമൂഹിക രംഗത്തും ശാസ്ത്ര സാഹിത്യ രംഗത്തും ഒക്കെ അക്കാലത്താണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഫ്യൂഡലിസം എന്ന സമ്പ്രദായം നിലവിൽ വന്നു. തൊഴിലുടമകളും തൊഴിലാളികളും എന്ന രണ്ട് വിഭാഗക്കാരുടലെടുത്തു. അച്ചടി യന്ത്രവും വടക്കുനോക്കി യന്ത്രവും വെടിമരുന്നുമെല്ലാം കണ്ടുപിടിക്കപ്പെട്ടു എന്ന് തുടങ്ങി പല പ്രത്യേകതകളുള്ള കാലഘട്ടമാണ്. See, 5th century, the Europeans lived in fear of constant attacks by the Germanic tribes of northern Europe. കാലം സി 5ാം നൂറ്റാണ്ട് യൂറോപ്പിലെ ജനങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കിയത്. The intruding attackers looted cities and massacred people. The native approached their kings for protection, but the kings were helpless. യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗക്കാരുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു അവരുടെ ഭീതിക്ക് കാരണം. നിരച്ചുവന്ന അക്രമകാരികൾ നഗരങ്ങൾ കൊള്ളയടിക്കുകയും ആളുകളെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തു. ജനങ്ങൾ രാജാക്കന്മാരോട് സങ്കടം ഉണർത്തിച്ചെങ്കിലും രാജാക്കന്മാരും നിസ്സഹായരായിരുന്നു. ജർമാനിക് വർഗക്കാരുടെ നിരന്തര അക്രമങ്ങളെയൊന്നും തടയാനുള്ള ശേഷി രാജാക്കന്മാർക്ക് പോലും അന്ന് ഉണ്ടായിരുന്നില്ല. ഫൈനലി ദ കിങ്സ് അറൈവ്ഡ് അറ്റ് ദ സൊല്യൂഷൻ. കണ്ടെത്തുമല്ലോ, രാജാക്കന്മാരോട് നമ്മളൊരു കാര്യം ഉണർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് ഒരു പരിഹാരം ലഭിക്കും. They declared that the piece of land would be given as reward to those who protect the life and wealth of the people. Good idea, അല്ലേ? Several chivalrous lords came forward to protect the people and they were rewarded as promised. ധീരന്മാരായ പ്രഭുക്കന്മാർ, chivalrous lords. അവസാനം രാജാക്കന്മാർ ഒരു വഴി കണ്ടെത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവർക്ക് രാജ്യത്തെ ഭൂമി വീതിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു. തങ്ങളോട് കൂറ് പുലർത്തുന്നവർക്കും സേവനങ്ങൾ നൽകാൻ തയ്യാറായവർക്കും അവർ വീതിച്ചു നൽകി. The Europeans constantly faced attacks. യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. The kings distributed piece of land to the lords who helped in defending the attacks. അക്രമങ്ങളെ ചെറുക്കാൻ രംഗത്തു വന്ന പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി വീതിച്ച് നൽകിയിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. The lords distributed their lands among others. അതുപോലെ തന്നെ പ്രഭുക്കന്മാര് ജനങ്ങളുടെ ജീവനും സ്വത്തിനെയും സംരക്ഷിക്കാൻ എത്തിയ മറ്റു ചില ഇടപ്രഭുക്കന്മാർക്കായിട്ട് ഭൂമി വീതിച്ച് നൽകി. അടുത്ത പോയിന്റ് എന്താ നമുക്ക് പറയാൻ സാധിക്കുന്നത്? Farmers were engaged in work in the land throughout the day. കർഷകര് ആ ഭൂമിയിൽ പകലന്തിയോളം പണിയെടുത്തിരുന്നു. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? The life of the farmers were as the slaves. കർഷകരുടെ ജീവിതം എങ്ങനെയായിരുന്നു? അടിമകൾക്ക് തുല്യമായിരുന്നു കർഷകരുടെ ജീവിതം. ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഒരു വിവരണത്തിൽ, ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് അവിടെ എഴുതിയെടുക്കുക. ഇനി നമുക്ക് അതിന്റെ ഒരു പിക്ടോറിയൽ പ്രസന്റേഷൻ, അതായത് നമുക്കൊരു ഡയഗ്രത്തിലൂടെ അധികാര വികേന്ദ്രീകരണം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആരാണ് മുകളിലത്തെ തട്ടിലുള്ളത്, തൊട്ടു താഴെ ആര് വരും, ഏറ്റവും താഴെ ആരാണുള്ളത്, ഇതൊക്കെ നമുക്കൊന്ന് ഒരു ഡയഗ്രത്തിന്റെ രൂപത്തിൽ ഒരു പിരമിഡിലൂടെ നമുക്ക് അറേഞ്ച് ചെയ്ത് പഠിക്കാം. From the diagram given below, various strata of medieval European society can be identified. താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്ന് യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പരിചയപ്പെടാം. നോക്കിയ പിരമിഡ് രൂപത്തിൽ നമുക്ക് ആ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് രാജാവ് കണ്ടല്ലോ, കിങ്. തൊട്ട് താഴെ ലോർഡ്സ്, പ്രഭുക്കന്മാര്. അതിന് താഴെ ലെസർ ലോർഡ്സ്, ഇടപ്രഭുക്കന്മാര്. ഏറ്റവും താഴെ നാലാമത്തെ വിഭാഗക്കാരാരാണ്? ഫാമേഴ്സ്, കർഷകര്. അവരാരെ പോലെ പണിയെടുക്കുന്നേ? അടിമകളെ പോലെ, slaves, like slaves. They worked throughout the day. പകലന്തിയോളം അവര് അടിമകളെ പോലെ ഭൂമിയിൽ പണിയെടുത്തിരുന്നു. മനസ്സിലായോ?
The kings enjoyed the highest status in the society. ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനായിരുന്നു. He was the sole owner of the entire land. Entire, complete. രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവായിരുന്നു. He distributed land among the lords. രാജാവ് ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകി. In return, the lords offered military service. ഇതിന് പകരമായി പ്രഭുക്കന്മാർ രാജാവിന് സൈനിക സേവനം നൽകി. രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ലോർഡ്സ് ഏറ്റെടുത്തു. ഓരോ പ്രഭുവും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർ എന്ന മറ്റൊരു വിഭാഗക്കാർക്ക് നൽകി. The lords turn gave a part to their lands to lesser lords and demanded services from them. പകരം പ്രഭുക്കന്മാര് അവരിൽ നിന്ന് സേവനങ്ങൾ ആവശ്യപ്പെട്ടു. ആരിൽ നിന്ന്? ഈ ഇടപ്രഭുക്കന്മാരിൽ നിന്ന്. This social system in a medieval Europe, formed on the basis of land ownership, is called feudalism. ഇത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയെ ഫ്യൂഡലിസം എന്ന് വിളിച്ചു. The farmers stood at the lowest stratum of the feudal society. ഫ്യൂഡൽ സൊസൈറ്റിയുടെ ലോവസ്റ്റ് സ്ട്രാറ്റത്തിലുള്ളതാരാ? ഫാമേഴ്സ്. ഫ്യൂഡൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ കർഷകരായിരുന്നു. They were the majority and were compelled to work in the fields and house for the lords. അവരെന്തിനൊക്കെ നിർബന്ധിതരായി? സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ വിഭാഗവും കർഷകരായിരുന്നു. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും ജോലി ചെയ്യാൻ ഇവർ നിർബന്ധിതരായിരുന്നു. The vast areas of lands held by the lords were known as manor. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങൾ മാനർ എന്നറിയപ്പെട്ടു, അല്ലെങ്കിൽ എന്നാണ് വിളിച്ചിരുന്നത്. Apart from the field, each manor consists of meadows, manor house എന്ന് പറഞ്ഞാൽ the residence of the lords. മനസ്സിലായോ? Mills, huts of farmers and a place of worship. ഈ മാനേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങൾ, അതാണ് മെഡോസ്. പ്രഭുവിന്റെ വലിയ വീട് മാനർ ഹൗസ് എന്നാണ് അതിനറിയപ്പെടുന്നത്. റെസിഡൻസ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു റിസൈഡ്സ്, റെസിഡൻസ് ഓഫ് ദ ലോർഡ്. പ്രഭുക്കന്മാർ താമസിക്കുന്ന ഇടം, താമസ സ്ഥലം. മിൽസ്, മില്ലുകള്. ഹട്ട്സ് ഓഫ് ഫാമേഴ്സ്, കർഷകരുടെ കുടിലുകൾ. ആൻഡ് ദ പ്ലേസ് ഓഫ് വേർഷിപ്പ്, പ്രാർത്ഥനാലയം തുടങ്ങിയവ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്യൂഡലിസം എന്താണെന്ന് നമുക്ക് ചെറിയൊരു നോട്ടുണ്ട്, നോക്കാം. The word feudalism was derived from the German word feud, which means a piece of land. Simple. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഫ്യൂഡ് എന്നാൽ ഒരു തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. പിടികിട്ടിയല്ലോ. സിറ്റീസ്, ട്രേഡ് ആൻഡ് ട്രേഡ് ഗിൽഡ്സ്. സിറ്റീസ് നഗരങ്ങൾ, ട്രേഡ് കച്ചവടം, ആൻഡ് ട്രേഡ് ഗിൽഡ്സ് കച്ചവട കൂട്ടായ്മകൾ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ട്രേഡ് വാസ് നോട്ട് പ്രോമിനന്റ് ഡ്യൂറിംഗ് ദ feudalistic period in the medieval era. ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രാധാന്യമില്ലായിരുന്നു. The products of the manor എന്താന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. were consumed right there. മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വിനിയോഗിച്ചു. The farm products and farming tools were exchanged in the local markets. ഓരോ പ്രദേശത്തും സംഘടിപ്പിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് ഉൽപ്പന്നങ്ങളും കർഷകോപകരണങ്ങളും വിനിമയം ചെയ്തിരുന്നത്. Many new cities developed in Europe by the 11th century CE. 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു. Centers of trade and handicrafts gradually developed into cities. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായി മാറിയത്. Areas around ports also became cities.
തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ച് ചില നഗരങ്ങൾ ഉയർന്നു വന്നു. Such new cities initially began to develop in Italy. ഇറ്റലിയിൽ ആയിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. The Italian cities had trade relation with the Asian and the Western European countries. ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. വെനീസ്, മിലൻ, ഫ്ലോറൻസ്, Genoa were the major newly developed Italian cities. Nuremberg in Germany and Constantinople in Turkey were the other major European cities. ഇത്തരത്തിൽ നഗരവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൂടെ തന്നെ പറഞ്ഞു പഠിക്കുക കേട്ടോ. വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനീവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ. ഏതൊക്കെയാണ്? വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനീവ. ന്യൂറൻബർഗ്, ജർമ്മനിയിലുള്ള ന്യൂറൻബർഗ്, കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കിയിലുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു. സ്പൈസ്, ജേംസ് ആൻഡ് ക്ലോത്ത്സ് ഫ്രം ഇന്ത്യ ആൻഡ് നമ്മൾ സ്പൈസും ജേംസും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓർത്തു വെക്കുക. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെയാ കൊണ്ടുവന്നിരുന്നത്? സ്പൈസ്, ജേംസ് ആൻഡ് ക്ലോത്ത്സ് ഫ്രം ഇന്ത്യ and China were imported to these cities. From there, these goods were transported to other European countries. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ യൂറോപ്യൻ കൺട്രി അല്ലേ? കാലിക്കോ ഒക്കെ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഓർമ്മ വരണം നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാലിക്കോയിലൊക്കെ നമ്മൾ ഇമ്പോർട്ടിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞു എന്ന് മാത്രം. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങള്, രത്നങ്ങള്, തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് നഗരങ്ങളിലേക്ക് ആയിരുന്നു. അവിടെ നിന്നാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത്. നമ്മളെ ഇന്ത്യയുടെ കാര്യം പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, സ്പൈസ്, ജെംസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Most of these cities had their own administrative system. മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന മിക്ക നഗരങ്ങൾക്കും സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. Tall boundary walls were built to protect these cities. These cities were not at all hygienic and were under the threat of epidemics like the plague. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നതിനാൽ ഇത്തരം നഗരങ്ങൾ പ്ലേഗ് പോലെയുള്ള രോഗങ്ങളുടെ ഭീഷണിയിലായിരുന്നു. ബ്ലാക്ക് ഡെത്ത്, കറുത്ത മരണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്നൊരു ചോദ്യമുണ്ട്. എന്തിനെയാണ്? പ്ലേഗ്. മനസ്സിലായോ? How many valiant men, how many fair ladies had breakfast with their kinfolk and the same night supped with their ancestors in the next world. രാവിലെ ഉറ്റവരോടൊപ്പം പ്രാതൽ കഴിച്ച് രാത്രി പരലോകത്ത് പൂർവികരോടൊപ്പം അത്താഴം കഴിക്കേണ്ടി വന്ന എത്രയെത്ര ധീര പുരുഷന്മാരും സുന്ദരികളായ സ്ത്രീകളും എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. The condition of the people was pitiable to behold. The condition of the people was pitiable to be behold. Pitiable means ശോചനീയമായ. രോഗബാധിതരായ പതിനായിരങ്ങൾ ശുശ്രൂഷിക്കാൻ ആളില്ലാതെ നിരാശരായി മരിച്ചു വീഴുന്നു. They sickened by the thousands daily and died unattended and without help. ചിലർ പാതയോരങ്ങളിൽ ജീവൻ വെടിഞ്ഞപ്പോൾ മറ്റു ചിലരാകട്ടെ സ്വന്തം വീടുകളിൽ അന്ത്യശ്വാസം വലിച്ചു. Many died in the open street and others died in their house. It is known by the stench of their rotting bodies. അഴുകിയ ഡെഡ് ബോഡീസിൽ നിന്നുള്ള ചീഞ്ഞ മണം. മനസ്സിലായ? സ്റ്റെഞ്ച്. Consecrated churchyards did not suffice for their burial to the vast multitude of bodies, which were heaped by the hundreds in vast trenches, like goods in a ship and shiphold, and covered with a little earth. വീടുകളിൽ മരിച്ചു വീഴുന്നവരുടെ ജീർണ
മൃതശരീരങ്ങളിൽ നിന്നും വമിച്ച ദുർഗന്ധങ്ങളിൽ നിന്നായിരുന്നു വീടുകളിൽ ആളുകൾ മരിച്ചു കിടക്കുന്ന വിവരം പുറം ലോകം അറിഞ്ഞിരുന്നത്. സെമിത്തേരിയിൽ സംസ്കരിക്കാൻ കഴിയാത്ത ശവശരീരങ്ങൾ കൂമ്പാരങ്ങളായി കിടന്നു. ആരുടെ ബുക്കിലായിരുന്നു ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ബൊക്കാഷിയോയുടെ ദെക്കാമറോൺ എന്ന പുസ്തകത്തിലായിരുന്നു ബൊക്കാഷിയോയുടെ ദെക്കാമറോൺ. ഓക്കെ, ജിയോവാനി ബൊക്കാഷിയോ ഡെക്കാമറോൺ എന്ന പുസ്തകത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. The plague was an epidemic that posed the greatest threat to the medieval cities. മധ്യകാല നഗരങ്ങളിൽ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു പ്ലേഗ് എന്ന രോഗം. Boccaccio draws the terrifying pictures of the city affected by the plague. പ്ലേഗ് ബാധിച്ച ഒരു നഗരത്തിന്റെ ചിത്രമാണ് ബൊക്കാഷിയോ നൽകുന്നത്. The epidemic struck hard, especially on the port cities. The ships that brought goods carried rats that caused the plague. തുറമുഖ നഗരങ്ങളിലായിരുന്നു പ്ലേഗിന്റെ ഭീഷണി പ്രധാനമായും നേരിട്ടത്. കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലികളായിരുന്നു പ്ലേഗ് പരത്തിയത്. This disease came to be known as Black Death, as thousands of people succumbed to it. പുതിയ വാക്കുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് പഠിച്ചു മനസ്സിലാക്കുക കേട്ടോ. കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലികളായിരുന്നു പ്ലേഗ് പരത്തിയിരുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗ് എന്ന കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നാണ്. പ്ലേഗ് അന്ന് കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെട്ടത്. The population of Europe, which was 73 million in CE 1300, dropped to 45 million in a century after the attack of the plague. ജനസംഖ്യ എവിടെ നിന്ന് എത്ര കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. CE 1300 73 ദശലക്ഷം ഉണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 45 ദശലക്ഷമായി കുറഞ്ഞു. കൃത്യമായിട്ടിത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ മിഡീവിയൽ യൂറോപ്പിലെ നഗരങ്ങൾ ഏതൊക്കെയാണ്? മിഡീവിയൽ യൂറോപ്പിലെ സിറ്റീസ്, മധ്യകാല യൂറോപ്പിലെ നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ, കോൺസ്റ്റാന്റിനോപ്പിൾ, ന്യൂറംബർഗ്. ഒന്നുകൂടെ പറഞ്ഞേ. ന്യൂറംബർഗ്, മിലാൻ, വെനീസ്, ഫ്ലോറൻസ്, കോൺസ്റ്റാന്റിനോപ്പിൾ, ജനോവ. മെഡിറ്ററേനിയൻ സീ ഈ ഭാഗത്താണ്. ഇവിടെ സൗത്തിലായിട്ട്. വെസ്റ്റിലായിട്ട് അറ്റ്ലാന്റിക് ഓഷൻ, അറ്റ്ലാന്റിക് സമുദ്രം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. തെക്ക് ഭാഗത്തായിട്ട് മെഡിറ്ററേനിയൻ സമുദ്രം ഉണ്ട്. മാപ്പ് കണ്ടല്ലോ. അപ്പോൾ മാപ്പ് കൃത്യമായി പഠിച്ചു വെക്കുക. ഞാൻ അടയാളപ്പെടുത്താൻ ചോദിക്കും കേട്ടോ. Read the map, identify and list out the countries where medieval cities developed. ഏതൊക്കെയായിരുന്നു? മിലൻ, വെനീസ്, ഫ്ലോറൻസ്, ജനോവ ഇറ്റലിയിലുള്ള സിറ്റീസ്. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്കിയിലും, ന്യൂറംബർഗ് ജർമ്മനിയിലും. എങ്ങനെയാണ്? മനസ്സിലായില്ല? മിലൻ, വെനീസ്, ഫ്ലോറൻസ്, ജനീവ ഏത് രാജ്യത്തിന്റെ നഗരങ്ങളാണ്? ഇറ്റലിയിലെ അല്ലെ? ടർക്കിയിലെ നഗരം ഏതായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ. ജർമ്മനിയിലെ നഗരം ഏതായിരുന്നു? ന്യൂറംബർഗ്. പിടിയിട്ടില്ലേ? The newly developed European cities were the centers of handicrafts and trades. യൂറോപ്പിൽ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിന്റെയും കച്ചവടത്തിന്റെയും കേന്ദ്രങ്ങളായിരുന്നു. The traders in these cities formed associations called guilds. ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചു. Apart from traders, blacksmiths, goldsmiths, leather workers and carpenters also formed guilds. കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ എന്നിവരും ഗിൽഡുകൾ രൂപീകരിച്ചിരുന്നു.
ആരൊക്കെയാ ഗിൽഡ് രൂപീകരിച്ചിരുന്നതെന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. The guilds fixed the price and the quality of the product and the working hours of the laborers. ആരായിരുന്നു ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിച്ചിരുന്നതും അതിന്റെ ഗുണനിലവാരമൊക്കെ നിശ്ചയിച്ചിരുന്നതൊക്കെ ആരായിരുന്നു? ഗിൽഡുകളായിരുന്നു. വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചിരുന്നത് ഗിൽഡുകളായിരുന്നു. ഇപ്പൊ ഈ കാര്യം നമ്മൾ പഠിച്ചപ്പോ ബ്ലാക്ക് സ്മിത്ത്സ് ഗിൽഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോ ആരെയാണ് ഓർമ്മ വന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വന്നോ? നമ്മൾ കാർഖാനയുടെ കാര്യം ഓർക്കുന്നുണ്ടോ? അവിടെ ഓരോന്നിലും ആരൊക്കെയായിരുന്നു ഇരുന്നിരുന്നത് എന്നൊക്കെ ഓർക്കുന്നുണ്ടോ? യെസ്. അപ്പൊ ഇങ്ങനെ ഓരോന്നും കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. നോളജ് ആൻഡ് ആർട്ട് ഇൻ മിഡീവിയൽ യൂറോപ്പ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായും കൃത്യമായും പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.